Students, welcome back. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് പൊളിറ്റിക്സ് ആണ്, സിവിക്സ് ആണ്. 9th സ്റ്റാൻഡേർഡിലെ CBSEയിലെ സിവിക്സ് ആണ്. നമ്മൾ ഓൾറെഡി നമ്മളൊരു വീഡിയോയിൽ ജസ്റ്റ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് വെച്ചിരുന്നു എന്താണ് നമ്മൾ ആ ലെസണിൽ പഠിക്കാൻ പോകുന്നത് എന്നുള്ളത്. നമ്മളൊരു ഡെമോക്രാറ്റിക് ലീഡർ എങ്ങനെയായിരിക്കണം എന്നൊക്കെ പറഞ്ഞ് ഡിസ്കസ് ചെയ്തിരുന്നു. അതിൻ്റെ അവസാനം നമ്മൾ പറഞ്ഞിരുന്നു ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് വാട്ട് ഈസ് ഡെമോക്രസി ആൻഡ് വൈ ഡെമോക്രസി, അതായത് എന്താണ് ഡെമോക്രസി, അതുപോലെ തന്നെ എന്തിനാണ് ഡെമോക്രസി. ഇതാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയനിൽ എന്താണ് ഡെമോക്രസി എന്ന് പറയുന്നത്? വാട്ട് ഈസ് ഡെമോക്രസി? നിങ്ങൾക്ക് സിമ്പിളായിട്ടൊരു ഡെഫിനേഷൻ ആലോചിക്കാൻ പറ്റുമോ? നമുക്ക് ഒന്ന് നോക്കാം അല്ലേ. ഇപ്പോൾ നിങ്ങളൊരു പിക്ചർ കാണുന്നില്ലേ? ഈ പിക്ചറിൽ നിങ്ങൾ ആരൊക്കെ കാണുന്നുണ്ട്? ഒന്ന് നമ്മുടെ പ്രൈം മിനിസ്റ്ററാണ്, ഒന്ന് നമ്മുടെ ചീഫ് മിനിസ്റ്ററാണ് അല്ലേ. അപ്പോൾ ഈ പ്രൈം മിനിസ്റ്ററേയും ചീഫ് മിനിസ്റ്ററേയും എങ്ങനെയാണ് ഇവർ പൊസിഷനിലോട്ട് വരുന്നത്? ഇവർ ചുമ്മാ നമ്മൾ ആരെങ്കിലും ചെയ്തിട്ട് എനിക്ക് പ്രൈം മിനിസ്റ്റർ ആവണം അല്ലെങ്കിൽ എനിക്ക് ചീഫ് മിനിസ്റ്റർ ആവണം എന്ന് പറഞ്ഞാൽ നമ്മൾ നേരെ പിടിച്ച് നിയമിക്കൂ? ഒരിക്കലും അങ്ങനെ നിയമനം നടക്കില്ല അല്ലേ. എങ്ങനെയാണ്? ഒബ്വിയസ്ലി നമ്മൾ എലക്ഷൻ വഴിയാണ് അല്ലേ. ഒരാളെ പ്രൈം മിനിസ്റ്റർ ആക്കുന്നു, ഒരാളെ ചീഫ് മിനിസ്റ്റർ ആക്കണം. എങ്ങനെയാണ്? എലക്ഷൻ വഴിയാണ് അല്ലേ. എലക്ഷൻ വഴി നമ്മളെല്ലാവരും എലക്ട് ചെയ്യും. ഈ പറയുന്ന പ്രൈം മിനിസ്റ്റർ ആണെങ്കിലും ചീഫ് മിനിസ്റ്റർ ആണെങ്കിലും നമ്മളെല്ലാവരും കൂടെ വോട്ട് ചെയ്ത് ജയിപ്പിച്ചിട്ടാണ് ഇവർ പ്രൈം മിനിസ്റ്ററും ചീഫ് മിനിസ്റ്ററും ഒക്കെ ആവുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇതിന് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? ഒരു രാജ്യത്തെ ഒരു ഗവൺമെൻറ് അത് അവിടുത്തെ സിറ്റിസൺസ് തന്നെ എലക്ട് ചെയ്ത ഗവൺമെൻറ് ആണ് അവിടെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഗവൺമെൻറ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഡെമോക്രാറ്റിക് ഫോം ഓഫ് ഗവൺമെൻറ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് എന്താണ്? നമ്മുടെ പ്രൈം മിനിസ്റ്ററിനായിക്കോട്ടെ ചീഫ് മിനിസ്റ്റർ ആയിക്കോട്ടെ മിക്ക എല്ലാ മിനിസ്റ്റേഴ്സിനെയും നമ്മളാണ് എലക്ട് ചെയ്ത് ജയിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഗവൺമെൻറ്റിനെ എന്ത് വിളിക്കുന്നത്? ഡെമോക്രാറ്റിക് ഫോം ഓഫ് ഗവൺമെൻറ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ വാട്ട് ഈസ് ഡെമോക്രസി എന്ന് വെച്ചാൽ നമുക്ക് എത്ര സിമ്പിളായിട്ട് പറയാൻ പറ്റും അല്ലേ. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ എക്സാമിനെ വന്നു കഴിഞ്ഞാൽ എന്താണ് ഡെമോക്രസി എന്ന് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ആലോചിക്കാൻ പറ്റും? ജസ്റ്റ് നമ്മുടെ മിനിസ്റ്റേഴ്സിനെ, പ്രൈം മിനിസ്റ്ററിനെയും ചീഫ് മിനിസ്റ്ററെയും ആലോചിച്ചാൽ മതി. എന്നിട്ട് നിങ്ങൾ വിചാരിക്കുക ഇവർ ഇലക്ഷനിലൂടെയാണ് ഇവർ വന്നിട്ടുള്ളത്. നമ്മൾ തന്നെയാണ്, അതായത് നമ്മുടെ കൺട്രിയിൽ നമ്മളായിട്ടുള്ള സിറ്റിസൺസ് തന്നെയാണ് ഇവർ എലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? Democratic government is a form of government in which the rulers are elected by the people or the rulers are elected by the citizens of that particular country. ഇതാണ് എന്ത് പറയുന്നത്? ഒരു ഡെമോക്രസി അല്ലെങ്കിൽ ഒരു ഡെമോക്രാറ്റിക് ഫോം ഓഫ് ഗവൺമെൻറ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്ക് പല രാജ്യങ്ങൾ കാണാൻ പറ്റും. ഇപ്പോൾ ചൈന ആയിക്കോട്ടെ, പാകിസ്ഥാൻ ആയിക്കോട്ടെ, അങ്ങനെ പല കൺട്രീസ് ഉണ്ട്. മിക്ക കൺട്രീസും എന്താണ്? ഞങ്ങളുടെ കൺട്രി എന്ന് പറയുന്നത് ഡെമോക്രാറ്റിക് കൺട്രി ആണെന്നൊക്കെ പറയും. പക്ഷെ ഒരിക്കലും അങ്ങനെ ആയിരിക്കില്ല. നിങ്ങൾക്ക് തന്നെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും മിക്ക കൺട്രീസും ഡെമോക്രാറ്റിക് ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ അവകാശപ്പെടുന്നുണ്ടെങ്കിൽ പോലും അവിടുത്തെ ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും സിറ്റിസൺ സെലക്ട് ചെയ്യുന്നതല്ല. അപ്പോൾ നിങ്ങൾക്ക് തന്നെ അത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. ഇനി ഡെമോക്രസി എന്ന് പറയുമ്പോൾ തന്നെ നമ്മളിപ്പോൾ വാട്ട് ഈസ് ഡെമോക്രസി നമ്മൾ നോക്കിയില്ലേ. ഈ വാട്ട് ഈസ് ഡെമോക്രസി നമുക്ക് മനസ്സിലായ സ്ഥിതിക്ക്, ഡെമോക്രസിയുടെ ഡെഫിനിഷൻ മനസ്സിലായ സ്ഥിതിക്ക് ഇതിൻ്റെ കുറച്ച് ഫീച്ചേഴ്സ് കൂടെ നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് കൂടെ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ബൈ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഇതിൻ്റെ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് കാണാനൊക്കെ ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? പെട്ടെന്ന് തന്നെ നമ്മുടെ ഹോം ട്യൂഷനിൽ, നിയോ ഹോം ട്യൂഷനിൽ വേഗം തന്നെ ജോയിൻ ചെയ്യുക.